അവിടെ ഞാൻ പള്ളിയിലാണല്ലോ. ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ ഒരു സ്റ്റോറി ക്ലബ് ഉണ്ട്. ഞാനിപ്പോൾ അതിന്റെ മീറ്റിംഗിൽ വന്നതാ. എല്ലാവരും ചെന്ന് കഥകളൊക്കെ പറഞ്ഞൊരു സംഭവം. ഞാൻ നോട്ട് നിനക്ക് വീഡിയോ സെൻഡ് അയച്ചു തരാം, പോരെ? ആ ഓക്കെ. അവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോ? ആ ഇതെന്താ പറ്റി ഇന്നത്ര നേരത്തെ? ഇരിക്കും. ഇന്ന് എന്നാ പറ്റി? കുറച്ചു പേരുള്ളൂല്ലോ. എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്ന് ആരാ കഥ പറയുന്നതിന്റെ ആള്? മംഗൽനട എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. അവിടെയാണ് മിന്നു എന്ന പേരിലുള്ള ഒരു കുട്ടിയുടെ വീട്. കാര്യമാണ് മിടിക്കുകയാണെങ്കിലും അത്യാവശ്യം കുസൃതിയും കുറുമ്പും കയ്യിലുള്ള ആളാണ്. മിന്നുവിന് അമ്മയും അച്ഛനും ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ മിന്നു ഒറ്റയ്ക്കാണോ? മിന്നുവിന്റെ അമ്മയുടെ അനിയത്തിയുടെയും അനിയന്റെയും ഒപ്പമാണ് അവരുടെ താമസം. അല്ല, നീ അപ്പൊ കഥയുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ? അയ്യോ, ഞാനത് മറന്നുപോയി. കഥയുടെ പേരാണ്, ഇനി ബാക്കി പറയട്ടെ? പറഞ്ഞു. ആരു പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടിക്കൊണ്ട് നോട്ട് ചെയ്തിരുന്നു. പഠിക്കൂലടി നീ. ദേശായിരിക്കുന്നു, വേണമെങ്കിൽ എടുത്ത് കുടിക്കി. കുടിച്ചോളാൻ ചിറ്റേ. കുടിക്കടി, ഇല്ലേ ചൂടാറിപ്പോവും. ആര് പറഞ്ഞു ഇവിടെ ഞാൻ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം നീ എന്താന്ന് വെച്ചാ കാണിക്ക്. ഞാൻ പോവാ, എനിക്ക് നാളെ പരീക്ഷയുള്ളതാ. പോയോ? കൊച്ചോമ്മ എന്തേ ചിറ്റേ? നീയോ? എന്താടാ കാര്യങ്ങളൊക്കെ? എന്നെ ഇപ്പൊ ക്ലബിലേക്കൊന്നും കാണാറില്ലല്ലോ. ഓ ഒന്നുമില്ലാടാ, പറമ്പിലാണെങ്കിൽ പണിയുണ്ട്. പിന്നെ ഒടുക്കത്തെ ചൂട് കാരണം ഈ കൊല്ലത്ത് കൃഷിയെല്ലാം കണക്കാം. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങടാ. ഓ ഇല്ലടാ, നിങ്ങളുടെ കാര്യം പോലെയാണ് എൻ്റെ കാര്യം. എടാ, ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ +2 വരെയും പഠിക്കാൻ പോയി. അന്നേരം നീ കൃഷി, ആട്, പശു എന്നൊക്കെ പറഞ്ഞ് ആ വഴിക്ക് പോയി. കാര്യം നിനക്ക് കഴിഞ്ഞാലും പഞ്ചായത്ത് അവിടെ കിട്ടി, അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ കണ്ടില്ലേ, ഈ കൃഷിയൊക്കെ നഷ്ടമാണ്. മഴ എപ്പോഴാ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയാടാ, പക്ഷെ എനിക്ക് എന്നോടൊക്കെ താല്പര്യം. അതോട് വാ നമുക്ക് നോക്കാം.
ഹായ് കൊച്ചമ്മ വന്നോ? എനിക്കെന്താ കൊണ്ടുവന്നേ? പെണ്ണിന്റെ വലിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്, വലിയ ചോക്ലേറ്റാ? ചോക്ലേറ്റോ? അതിനേക്കാളും വലുത്. ആ, എനിക്കറിയാൻ പാടില്ല, കൊച്ചമ്മ പറ. എന്നാ കണ്ണടച്ച കൈ നടിക്ക്. അയ്യേ, ഇത് കൊച്ചമ്മ തന്നെ വെച്ചോ, എനിക്കെങ്ങും വേണ്ട. അയ്യോ, ഇടി ഇവിടെ നിൽക്കടി. ഓ, തുടങ്ങിയോ ചാച്ചനും മോളും? എനിക്ക് നാളെ പരീക്ഷയാ, കുറച്ച് സമാധാനം തരുമോ? തരൂല. ഞാൻ ഒന്ന് കുളിച്ച് ചെമ്പരാ. അയ്യോ, ആര് പറഞ്ഞു കാത്തു ഞാനാ. ലിയോ ബേസിൽ പ്രസന്റ്. മിന്നു പ്രസന്റ്. എസ്റ്റർ. പ്രസന്റ്. കുട്ടികളെ, നമുക്ക് ഇന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് പഠിക്കാം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കൈകൾ കൂപ്പിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഡാ, ആ ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു ലോണിൻ്റെ കാര്യത്തിന്, തവണ മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങേര് വിളിച്ചായിരുന്നു. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? നട്ടൊന്നും ഒരു ഗുണമില്ലാന്നേ, എല്ലാം വാടി ഉണങ്ങുക. തോട്ടിലാണെങ്കിൽ വെള്ളമില്ല. ഈ കൊല്ലം ഇറക്കിയ പൈസ പോലും കിട്ടുന്നൊന്നുമില്ല. ഇതെന്റെ പുതിയ സൈക്കിളാ. ആ, നല്ല സൈക്കിള്. അപ്പൊ ശരിടാ, ബൈ. ദേ, അവള് വരുന്നുണ്ടല്ലോ. ഇന്നെന്നാണോ നേരത്തെ? ആ, കൊച്ചോമ്മ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാമോ? ജോക്കുട്ടനുള്ള പോലത്തെ. ഇപ്പം എന്തിനാ സൈക്കിള്? കൊച്ചമ്മ പിന്നെ മേടിച്ചു തരാം. ഇപ്പം പൈസയില്ല. ഇല്ല കൊച്ചോമ്മ, എനിക്ക് ഒരു സൈക്കിൾ മതി കൊച്ചമ്മ, പ്ലീസ്. പൊന്നു കൊച്ചോമ്മയല്ലേ കൊച്ചോമ്മ, എനിക്ക് ഒരു സൈക്കിൾ മതി കൊച്ചോമ്മ, പ്ലീസ് പ്ലീസ്. ആ, ഇനി അതിൻ്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. ദേ മിന്നു, ഇപ്പോൾ സൈക്കിൾ എന്തായാലും മേടിച്ചു തരില്ല. നീ വെറുതെ അതിന് വേണ്ടി കിടന്ന് കരയണ്ട. ഇല്ല, എനിക്ക് സൈക്കിൾ വേണം. നിനക്ക് ഞാൻ മേടിച്ചു തരാന്നേ. നീ ഇത് എന്ത് കണ്ടിട്ടാ ഇപ്പം സൈക്കിൾ മേടിക്കാൻ? നിൻ്റെ പൈസ ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ലാന്നേ. ദേ മിന്നു, ഈ ചൂട് കാരണം കൊച്ചമ്മയുടെ കൃഷിയെല്ലാം പോയിരിക്കുക. ഇനി നല്ലൊരു മഴ പെയ്താലേ നമുക്ക് രക്ഷയുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ മിന്നു എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? മിന്നു ഇനി എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, കേട്ടോ? ചെയ്യോ? ചെയ്യാം.
ഇതേ കിഴക്ക് മത്തങ്ങ പോലത്തെ സാധനം കൊല്ലട്ടിച്ചിട്ട് കൊന്നു ആ നീ ഇതെങ്ങോട്ടാ? ഞാൻ ഈ പള്ളി വരെ. എന്നാ ഞാനും വണ്ടി മാറ്റി തല അങ്ങോട്ട്. ഇതെന്തിനാടി ഇപ്പൊ കൊട? അത് ശരിയാണല്ലോ, ഒന്നാമത് അനുഷ്യം വെന്തിരുക, പിന്നെ എന്തിനു കൊടാ കൊണ്ടുവന്ന് നിർത്തിക്കടി. അയ്യോ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ പള്ളിയിൽ പോയി കുറേ പ്രാർത്ഥിച്ചായിരുന്നു. കൊച്ചമ്മയുടെ കൃഷി വളരണേനും പിന്നെ മഴ പെയ്യണേനും. അതുകൊണ്ട് ദൈവം ഒന്ന് മഴ പെയ്യിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കുട എടുക്കണം. നിനക്ക് വട്ട, നീ ആകാശത്തേക്ക് വയ്ക്കേ, മഴയുടെ ലക്ഷണം പോലും ഇല്ല. പിന്നെ എന്തിനാ? അതുണ്ടല്ലോ കൊച്ചമ്മ, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, എന്നാൽ അത് ദൈവം കേൾക്കും എന്നാണ് എൻ്റെ സൺഡേ സ്കൂളിലെ ടീച്ചർ പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞാൻ ഈ കൊട എടുക്കും. എന്നാ വാ. എടി ശരിക്കും മഴ പെയ്യോ? കൊച്ചമ്മന്ന് മഴ പെയ്യും, എനിക്ക് ഉറപ്പാ. അങ്ങനെ കുട എടുത്തുകൊണ്ട് മിന്നുവും കൊച്ചോമയും നടന്നു പോയി. അപ്പൊ കഥ തീർന്നോ? തീർന്നില്ല. ഇനിയാണ് ക്ലൈമാക്സ്. കൊച്ചമ്മ, ഞാൻ പറഞ്ഞില്ലേ കൊച്ചമ്മ ഇന്ന് മഴ പെയ്യൂന്ന്.